കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇന്നലെ മിന്നൽ പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ്സുകളെയാണ് തടഞ്ഞത്. സർവീസ് നടത്താത്ത ബസ്സുകൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ എടുക്കുന്നില്ല തീരുമാനിച്ചു. കാരണം എന്തിനായി നമ്മുടെ നായ്ക്ക് പണിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, ഇവർ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആതിര, കണ്ടക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൊട്ടിപ്പാലം തലശ്ശേരി റൂട്ടിൽ തുടങ്ങിയ ബസ് പണിമുടക്കം മൂന്നാം ദിവസവും വടകര താലൂക്കിൽ ഉടനീളം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. യൂണിയനുകളുടെ ആഹ്വാനമില്ലാതെയാണ് മിന്നൽ സമരം അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമരം തുടരുമ്പോഴും പരിഹരിക്കാനുള്ള ശ്രമം അന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് തലശ്ശേരി റൂട്ടിലെ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ ചർച്ച നടക്കുകയും ഉച്ചയോടുകൂടി സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വടകര കേന്ദ്രീകരിച്ച് ഈ ചില ബസ്സുകൾ മാത്രമാണ് അന്ന് ഓടിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടെ സമരം പിൻവലിച്ചിട്ടില്ലെന്നും തുടരുമെന്നുള്ള പ്രചരണം ബസ് തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു വാട്സപ്പ് കൂട്ടായ്മ. ഈ വാട്സപ്പിലേക്ക് സന്ദേശം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ യൂണിയനുകളുമായി സംസാരിക്കുമ്പോൾ സമരം പ്രഖ്യാപിച്ചത് ആരാണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയും അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് വടകരയിലെ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ യൂണിയനുകൾ, ബസ് ഉടമകളെല്ലാം തന്നെ അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാഥനില്ലാത്ത ഒരു സമരമായിട്ടാണ് ഈ വടകരയിലെ നിലവിലെ ഈ ഒരു സമരം ഇപ്പോൾ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാട്സപ്പ് വഴിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഈ സമരത്തിലുള്ള ആഹ്വാനവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാട്സപ്പുകളിലൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ വ്യാഴാഴ്ച വടകര തൊട്ടിപ്പാലം റൂട്ടിലും ഈ ചെറിയ രീതിയിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് വടകര താലൂക്കിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും ഒരു വിഭാഗം തൊഴിലാളികളുടെ ആഹ്വാനപ്രകാരം സർവീസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ചില ബസ്സുകൾ ഓടിയെങ്കിലും അത് പിന്നീട് തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാത്ത സമരമായതിനാൽ ഈ വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ട് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നവരെ സമരം തുടരും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ അതാണ് നൽകിയിരിക്കുന്നതും. പക്ഷേ കൃത്യമായി ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് ഈ മിന്നൽ പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ്സുകൾ ഇന്ന് വീണ്ടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എന്തിനാണ് നടത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് കഴിഞ്ഞ ദിവസം പണിമുടക്ക് നടത്തിയ ബസ്സുകൾ ഏകദേശം 10ഓളം ബസ്സുകളാണ് ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ നിലവിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി വിളിച്ച മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം അറിയിച്ച കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് ഇതുവരെ ഈ ബസ് സർവീസ് നടത്താത്ത ബസ്സുകളെല്ലാം തന്നെ ഇനി മുതൽ ഓടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിന്നൽ പണിമുടക്ക് നടത്തിയ ബസ്സുകൾ 10ഓളം ബസ്സുകൾ ഇന്ന് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി അഭിന, കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ മിന്നൽ പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ്സുകളെയാണ് തടഞ്ഞത്. സർവീസ് നടത്താത്ത ബസ്സുകൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു.